ഹായ് ഗൈസ്. അലർജി മുതൽ അനാഫൈലാക്സിസ് വരെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അലർജി. പൊടി, അതുപോലെ തന്നെ പുക, അതുപോലെ തന്നെ പല ഇറിറ്റന്റ് സബ്സ്റ്റൻസസ് കാരണം പലർക്കും അലർജി ഉണ്ടാവാം. അലർജിയുടെ സാധാരണ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തുമ്മൽ, അതുപോലെ തന്നെ കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് സ്വാഭാവികമായിട്ടും വെള്ളം വരുന്നത്, കണ്ടിന്യൂസ് സ്നീസ്, ഇതൊക്കെയാണ് സാധാരണമായിട്ടുള്ള അലർജിയുടെ സിംറ്റംസ്. പക്ഷേ ചിലപ്പോൾ ഈ അലർജി ഗുരുതരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ചാൻസസ് കൂടുതലാണ്. അതാണ് അനാഫൈലാക്സിസ്. അനാഫൈലാക്സിസിന്റെ പ്രധാനമായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശ്വാസം മുട്ട്, അതായത് ശ്വാസം എടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന തടസ്സം, കഴുത്ത് അല്ലെങ്കിൽ നാവ് വീർക്കൻ, നമുക്ക് കണ്ണിന് ചുറ്റിനെ വീർത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ, തലചുറ്റൽ, രക്തസമ്പർക്കക്കുറവ്, അതുപോലെ തന്നെ ക്ഷീണം. ഇവയൊക്കെ ഉണ്ടായ അത് ഗുരുതരമായ അനാഫൈലാക്സിസിലേക്ക് പോയി എന്നതാണ് അർത്ഥം. അപ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് പോയാൽ ഉടനടി ചികിത്സ അനിവാര്യമാണ്. പലരും ചെയ്യുന്നത് അലർജി അല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യാതെ വിടും. പക്ഷെ ഈ അലർജി ലീഡ്സ് ടു അനാഫൈലാക്സിസ് അത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. സോ അലർജി ഉള്ള ആളുകൾ, നിങ്ങൾക്ക് എന്തിനോടാണ് അലർജി, ഇപ്പൊ ഒരു ഫുഡിനോടാണോ അല്ലെങ്കിൽ ഡസ്റ്റിനോടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇറിറ്റന്റ് സബ്സ്റ്റൻസിനോടോ ആണോ എന്ന് കണ്ടുപിടിച്ച് അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് എടുക്കുക. ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ല എങ്കിൽ അനാഫൈലാക്സിസിലേക്ക് അവസാനിക്കും. അത് പിന്നെ ഗുരുതരമായ അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്നു. അപ്പോ അലർജി ചെറിയ കാര്യമാണെന്ന് കരുതരുത്. ചിലപ്പോൾ അത് വലിയ രീതിയിലുള്ള ചേഞ്ചസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നതാണ്. ഈ വീഡിയോ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക, റീഷെയറും ചെയ്യുക. സോ മോർ ഡീറ്റെയിൽസിനായി കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻസും അവൈലബിൾ ആണ്. ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും വന്നതുവരെ ചിൽഡ്രൻ ഇറ്റ്സ് മൈ ടോക്ക് ഡോക്ടർ സൈനിങ് ഓഫ്. താങ്ക് യു.